അതിൻ്റെ സ്റ്റൈൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അതിന് വേണ്ട ആവശ്യം കൊടുക്കുന്ന ഒരാളാണ് അല്ലേ. സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ പറയുന്ന പോലെ ആക്ടേഴ്സിനൊക്കെ അല്ലെങ്കിൽ അങ്ങനത്തെ പേഴ്സണാലിറ്റികളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ട് അവരുടെ ചിലപ്പോൾ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ആവശ്യത്തിനെ നിർവഹിക്കാനായിട്ട് നമ്മൾ തുണികൾ തയ്ക്കുകയോ അല്ലെങ്കിൽ റെഡിമെയ്ഡ് വാങ്ങിച്ചു കൊടുത്ത് അവരുടെ ആവശ്യം നമ്മൾ പൂർത്തീകരിക്കുന്ന ഒരാളാണ്. പിന്നെ പല മേഖലകളുണ്ട്. ഇപ്പോൾ ഞാൻ എന്നെപ്പറ്റി മനസ്സിലാക്കിയുള്ളത് ഇസ് മോർ ലൈക്ക് ഐ മീൻ കോസ്റ്റ്യൂം ഡിസൈനർ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം അല്ലേ. അപ്പോൾ ആ സിനിമയുടെ സ്ക്രിപ്റ്റ് അതെന്ത് ആവശ്യപ്പെടുന്നു, അങ്ങനെയാണ് എൻ്റെ ട്രാവൽ ചിന്തയെല്ലാം അങ്ങനെ ചിന്ത പോകുന്നത്. ഞാൻ അത് വരുമ്പോഴേ അത് ആലോചിക്കുള്ളൂ. അല്ലാതെ ഇങ്ങനെ ജനറൽ ലൈഫിൽ നമ്മളിങ്ങനെ വിടുന്ന കുറെ കാര്യങ്ങൾ അത് നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഇതാണെന്നൊക്കെ നടക്കുന്നത്. അത് നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഉപയോഗിക്കുകയും ചെയ്യും. പക്ഷെ അതിനെ നമ്മൾ തേടി നടക്കാൻ പോകാറില്ല, എൻ്റെ ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് അത് കുറച്ചും കൂടി ഈസി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ എപ്പോഴും നമ്മളിപ്പം വേറെ ചില ചിന്തകളുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും ചൂട് കൂടുന്നു, നമുക്ക് എന്ത് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റും, നമുക്ക് എന്ത് തുണിയാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ അങ്ങനത്തെ തുണികൾ നമ്മൾ പോയി ടച്ച് ചെയ്യുന്നു, തൊടുന്നു, ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുന്നു. ആ സാധനം ഇപ്പോഴും ഉണ്ട്. അതിൻ്റെ ഉള്ളൊരു ഇന്നോവേഷൻ ഉണ്ടല്ലോ. ഇത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ളൊരു കാര്യമാണ്, ആൾക്കാർ പലപ്പോഴും മനസ്സിലാക്കാത്തത്. നമ്മുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അത് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള സാധനമാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് തുണികൾ കൊടുക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ ആൾക്കാരെ സെർവ് ചെയ്യാൻ പറ്റുകയോ അതിനൊരു കറക്റ്റായിട്ടുള്ളൊരു പ്രൈസിങ്ങും ഇടുകയാണെങ്കിൽ ഇപ്പോഴും ആ ബിസിനസ് ഭയങ്കര ഓണാണ്. ശരിയല്ല, അത് നീഡാണ്, ഒരു സമൂഹത്തിൻ്റെ നീഡാണ്. ഇപ്പോഴും ആ ബോധവൽക്കരണം നമുക്ക് പല ആൾക്കാർക്കും ഇല്ല. നമ്മൾ പക്ഷേ നമ്മുടെ ഒരു സാഹചര്യം കൊണ്ട് ഇപ്പം നമുക്ക് സ്ഥലത്ത് നമുക്ക് ഷൂടാതെ പോകാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ടെമ്പറേച്ചറിൽ നമുക്ക് ഷൂ ഒരിക്കലും പറ്റുന്നില്ല അല്ലേ. അപ്പം അത് ആ ഒരു പ്രാക്ടിക്കാലിറ്റി വെച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. ആ ഏരിയയിലൊരു കാര്യം കൂടെ ഉള്ളത്, ചിലതൊക്കെ നമ്മൾ തന്നെ കെട്ടിപ്പോവേണ്ട ഒരവസ്ഥ വരിക. കെട്ടിപ്പോവേണ്ട അവസ്ഥയ്ക്ക് അപ്പുറത്തേക്ക് നമ്മളെ അറിഞ്ഞ് തന്നെ ഡ്രസ്സ് ധരിക്കുന്ന ഒരു അവസ്ഥയിലേക്കൊക്കെ വരാനൊക്കെ ഒരു പക്ഷേ ശുചിത്വമൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ എന്തായാലും നിങ്ങൾ പുറത്ത് ഇപ്പോൾ വർക്കൊക്കെ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡിസൈൻസ് ഒക്കെ ചെയ്യുമ്പോഴോ ഇത്തരം ഒരു തോട്ടും കൂടെ ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ കൂടെ കൊടുക്കാനും കൂടെ ശ്രമിക്കുമായിരിക്കും ഡ്രസ്സിലൊക്കെ. അപ്പം നിങ്ങളുടെ പറച്ചിലുകളിലൊക്കെ അതുണ്ടാവുമായിരിക്കും, ഇതിങ്ങനെയാണ്, ഇത് ഈ കണ്ടീഷന് യോജിക്കുന്നതാണ്, കുറച്ചുകൂടെ എയർ സർക്കുലേഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അത് ക്യാമ്പയിൻ ചെയ്യുക. ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ആ അറിവാണല്ലോ പലപ്പോഴും നമ്മളെ കുറച്ചും കൂടെ ആൾക്കാരിലേക്ക് കറക്റ്റായിട്ട് എത്തുന്നത്. നമ്മൾ തണുപ്പുള്ള സ്ഥലത്ത് നമ്മൾ ചൂടുള്ള അല്ലെങ്കിൽ എന്താ പറയുക ഭയങ്കര തിന്നായിട്ടുള്ള തുണികൾ നമ്മൾ അങ്ങനെയല്ല, അത് ഒരിക്കലും സെറ്റ് ആവില്ലല്ലോ. സോ ഐ തിങ്ക് അതിൻ്റെ ഒക്കെ ഒരു ഉള്ളിലൊരു ലേണിംഗ്, ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിലാണെങ്കിൽ പോലും നമ്മൾ ആ സിനിമയുടെ ക്ലൈമറ്റ് അല്ലെങ്കിൽ സിനിമയുടെ രീതി, സിനിമയുടെ ആവശ്യം എന്നുള്ള പോലെ തന്നെ നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെയല്ലേ. ഇപ്പോൾ ഒരു ഒക്കേഷന് പോകണം, ആ ഒക്കേഷൻ ഇങ്ങനെയാണ്, ആ ഒക്കേഷൻ എന്താ എമിറ്റ് ചെയ്യുന്നത്, നൈറ്റ് ആണോ ഡേ ആണോ, അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക ഒരു സ്റ്റുഡൻസ് ഒക്കെ ഇരിക്കുന്ന കുറച്ചുകൂടെ യങ് ആയിട്ടുള്ളൊരു ക്രൗഡാണോ, എൽഡർലി ക്രൗഡാണോ, അല്ലെങ്കിൽ ഇത് എമിറ്റ് ചെയ്യുന്ന ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ളൊരു നോട്ടാണോ, ഫണ്ണാണോ എന്നുള്ള കാര്യങ്ങളിലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉറപ്പായിട്ട് നമുക്കുണ്ട്. അത് നമ്മളെ ഹെൽപ്പ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ മറ്റേ ആൾക്കത് അറിയില്ലെങ്കിൽ പോലും അയാൾ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവും, ഓ യാ ഇത് കറക്റ്റാണ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ അറിയാതെ വരുന്നതാണ്, ഇപ്പോൾ ജോലിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇപ്പം ഞാൻ രജനീഷിൻ്റെ പല ഇൻ്റർവ്യൂസ് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ അടുത്ത് വളരെ മ്യൂസിക്കലിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. മേ ബി താങ്കൾക്ക് അതിലൊരു ഭയങ്കര ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും. പക്ഷേ ഹാവിങ് സെഡ് ദാറ്റ് നിങ്ങൾ അതല്ലാതെ വേറൊരു മേഖലയിൽ ചെല്ലുമ്പോഴും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഭയങ്കര റെലവൻ്റ് ആണ്. അത് നിങ്ങൾ അറിയാതെ വരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ചൊക്കെ നമ്മൾ നോട്ട് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഒരു പ്രിപ്പറേഷനൊക്കെ ഉണ്ടാവും. പക്ഷെ വേറെ കുറേ നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡിൽ കിടക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മളവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടാവും. അത് നമ്മുടെ ജേണിയാണ്. എമ്പുരാനിലേക്ക് തിരിച്ചു വന്നാൽ എപ്പോഴും അതിലേക്ക് തിരിച്ചു വരാൻ എപ്പോഴും തോന്നിക്കൊണ്ടിരിക്കും. കാരണം റിലീസിന് ഡേറ്റ് അടുക്കും തോറും നമുക്ക് എപ്പോഴും ചിന്ത അതായിരിക്കും. നമ്മളെല്ലാവരും ഭയങ്കര ഇതായിട്ട് നോക്കുക, ഒന്ന് ഇൻഡസ്ട്രിയിൽ അത്തരം വലിയൊരു പടം വരുമ്പോൾ ഉണ്ടാക്കുന്ന പ്രതിഫലനം, രണ്ട് അതിൻ്റെ കഥയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അത് സിനിമ കാണാനുള്ള ആഗ്രഹം ഉണ്ടാവും. എമ്പുരാനിൽ ഇതൊക്കെ ചെയ്യുമ്പോഴും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവും. ഔട്ട് കാണുമ്പോഴായിരിക്കും ചിലപ്പം അത് നല്ല കളർ വന്നിട്ടുണ്ട്, നമ്മൾ ഉദ്ദേശിച്ച ഒരു സാധനം വന്നിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഒരു സിനിമയ്ക്ക് എത്രത്തോളം യോജിക്കുന്നു എന്നുള്ളത് അവർ പറയേണ്ട അഭിപ്രായമാണ്. പക്ഷെ നമുക്ക് ചില സാറ്റിസ്ഫാക്ഷൻസ് കിട്ടിയ ഇത് കൊള്ളാം, ഇത് ഞാൻ വിചാരിച്ചതുപോലെ വന്നിട്ടുണ്ട്. അതാണല്ലോ നമ്മുടെ ജഡ്ജിങ് എന്ന് പറയുന്നത്. കാരണം ക്യാമറ വേറൊരു സംഗതിയാണ്, ലൈറ്റ് ചെയ്യുമ്പോൾ വേറൊരു സംഗതിയായിട്ട് മാറും. അത് അവിടെയൊക്കെ നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ വന്നിട്ടുണ്ടോ? ഉറപ്പായിട്ടുണ്ട്. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളതിനു വേണ്ടി അതിൻ്റെ ഹോം വർക്ക്, അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത്, അതിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് നമ്മളിതൊക്കെ പക്കയാണോ എന്നൊരു ചോദ്യം നമുക്കുണ്ടല്ലോ. ഞാൻ ഇതിനൊക്കെ വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടാണോ ഞാൻ ഈ ഷൂട്ടിംഗ് സ്പോട്ടിലേക്ക് പോകുന്നത്, എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ കറക്റ്റ് അല്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പം പ്രത്യേകിച്ച് ഈ സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ളത് സാധാരണ ഒരു സിനിമയുടെ ഒരു രീതിയിലേക്കല്ല. പല സ്ഥലത്തും നമ്മൾ പോയി ഷൂട്ട് ചെയ്യാൻ ചെല്ലുന്ന സമയത്തിൻ്റെ
ഷൂട്ടിങ് ഇന്നാണെങ്കിൽ 2 ദിവസം മുൻപ് നമ്മൾ പ്രിപ്പറേഷൻ തുടങ്ങും. പ്രിപ്പറേഷൻ സെൻസ് കോസ്റ്റ്യൂംസ് ഒക്കെ നമ്മൾ ഇട്ടുകൊണ്ട് തന്നെ ആക്ടേഴ്സൊക്കെ ചിലപ്പോൾ ഒന്ന് ട്രയൽ നോക്കലും ക്യാമറ വർക്ക് അല്ലെങ്കിൽ ഫൈറ്റ് എന്ന് പറയുന്ന പല കാര്യങ്ങളും നമ്മൾ ട്രയൽസ് പോയിക്കൊണ്ടിരുന്നു. ട്രയൽ ഷൂട്ട്സ് 2 ദിവസം 3 ദിവസമൊക്കെ. സോ എവിടെയെങ്കിലും നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റാനൊക്കെ സാധ്യത ഉണ്ടെങ്കിൽ അതിനെപ്പോഴും നമ്മൾ ആ 2 ദിവസത്തിൽ പോലും അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനെ ടേക്കൺ കെയർ ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയും അങ്ങനെ നമ്മളിങ്ങനെ വെറുതെ വിട്ടിട്ടില്ല. അതൊക്കെ വെൽ പ്രിപ്പയർഡ് ആണ്. പിന്നെ ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ് സിനിമ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അതിൽ നമുക്ക് കൺട്രോൾ ഇല്ലല്ലോ. പിന്നെ അതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷെ എങ്കിലും എക്സ്പെക്ടേഷൻ എന്താ, നമ്മുടെ കയ്യിൽ കിട്ടുന്നത് ആ കൂടെ ഒരു സ്ക്രിപ്റ്റും ആ ഡയറക്ടർ വിഷനുമാണ്. ഇത് രണ്ടും നമ്മുടെ കയ്യിലുള്ളൂ. അതിലെന്തായാലും നമ്മൾ 99% ഇല്ല 100% ആണ്. അതായത് നമുക്ക് എന്താണോ ചെയ്യാൻ കിട്ടിയത് അതിൽ നമ്മൾ 100% ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഇത് ആ സമയത്ത് തിയേറ്ററിലിരുന്ന ആൾക്കാർ കാണുന്നതും അവർക്കുണ്ടാവുന്ന ഫീലിങ്ങും അതൊരിക്കലും നമുക്ക് ഈവൻ ഇപ്പം ഇന്ന് സിനിമ കാണുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവില്ല. അതൊരു വേറൊരു സാധനമാണ്. അതാണ് സിനിമയുടെ മാജിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഏരിയയിലേക്ക് പോകുന്നില്ല. എൻ്റെ വർക്കിൽ അല്ലെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ ടെക്നീഷ്യൻസ് ആയിട്ടുള്ള പല ആൾക്കാരും ഐ തിങ്ക് എല്ലാവരും ഒരുപാട് രീതിയിൽ ബെനിഫിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയതിൽ അവർ ഭയങ്കരമായിട്ട് മനസ്സിൻ്റെ ഉള്ളിൽ താങ്ക്സ് ഗിവിങ് ആവേണ്ട ഒരു സ്ഥലമാണത്, അങ്ങനത്തെ ഒരു സിനിമ. ബിക്കോസ് ദിസ് ഇസ് നോട്ട് എ ഡെയിലി പ്രോജക്റ്റ്. എല്ലാ വർഷം പോലും സംഭവിക്കുന്ന സിനിമകളല്ല അതൊന്നും. അപ്പോൾ അത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ത്രില്ഡാണ്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ അടുത്ത കുറച്ച് നാളത്തേക്ക് ഞാൻ സിനിമ ചെയ്തില്ലെങ്കിൽ പോലും ഞാൻ അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് പുൾ ഓവർ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്ന ഒരു സ്ഥലത്ത്. പിന്നെ ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ പോലെ ഒരു ഡയറക്ടർ, എൻ്റെ 3ാമത്തെ സിനിമയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ. ഐ മീൻ 3 ഡയറക്ടോറിയലും ഞാനാണ് വർക്ക് ചെയ്തത്. ഇപ്പോൾ ആൾക്കാർ ചോദിക്കും, പല ആൾക്കാരും പറയില്ലേ എന്ത് ഷോട്ട് വെച്ചു അല്ലെങ്കിൽ അതാണോ പഠിച്ചത്. ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്ന അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മൾ പറയില്ല ഒരാളിൽ നിന്നൊരു വർക്ക് നമ്മൾ ഇങ്ങനെ ചെയ്ത് വാങ്ങിക്കും എന്നുള്ളതൊക്കെ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് 120 odd films, ഐ തിങ്ക് മോർ ദാൻ ദാറ്റ്, ഐ ഡോണ്ട് നോ എക്സാക്ട് നമ്പേഴ്സ്. അത് ചെയ്യാൻ പറ്റിയതിൻ്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടും വർക്ക് ചെയ്യാമെന്ന് പറയുന്ന ഒരു ശേഷിയുണ്ട്. ഐ മീൻ അങ്ങനെ സർവൈവൽ ഉണ്ട്. അതുപോലെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നത് അത്രയും ഷാർപ്പായിട്ടാണ് അത് പറയുന്നത്. അല്ലാതെ പെട്ടെന്നൊരു ഫാസ്റ്റായിട്ടോ കാര്യങ്ങളായിട്ടോ. പിന്നെ കണക്ടിവിറ്റി, ഏത് സമയത്തും അദ്ദേഹമായിട്ട് സംസാരിക്കാം, നമുക്ക് മെസ്സേജ് അയക്കാം, തിരിച്ച് റിപ്ലൈ വരും. അതിൻ്റെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അത് തിരിച്ച് അതിൻ്റെ റിപ്ലൈ വരും. നമ്മൾ ചെയ്ത പ്രോഡക്റ്റിൻ്റെ ഒരു അഭിപ്രായം ഇങ്ങോട്ട് തിരിച്ച് വരും. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അതൊരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനോട് വർക്ക് ചെയ്യുമ്പോൾ ഞാനത് നോക്കി കണ്ടുപഠിച്ചിട്ടുള്ള ആളാണ്. അത് അദ്ദേഹത്തിൻ്റെ ഒരു വിജയത്തിൻ്റെ വലിയൊരു കാരണമാണ് ഇതൊക്കെ. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എല്ലാം പ്രോപ്പറാണ്. ഇനി ഞങ്ങളും സിനിമയും തമ്മിലുള്ള ബന്ധമാണ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും സംസാരിച്ചത് കേട്ടത് കൊള്ളാം. സംസാരിക്കാൻ കഴിഞ്ഞാൽ നന്ദിയുണ്ട്. താങ്ക് യു വെരി മച്ച്.